മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു 50 വ്യൂസാണ്. അപ്പോൾ എല്ലാവരും അത് തികയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഡോങ് ഹിയോൻ മരിച്ചു എന്ന നോട്ടിഫിക്കേഷൻ വരുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ഡോങ് ഹിയോൻ ഒരു സാധാരണക്കാരാണെന്ന് അനൗൺസ്മെൻറ്റ് വന്നു. കുട്ടികളെല്ലാവരും ഇത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ്. ഇതേ സമയം കാട്ടിലേക്ക് പോയവർ തിരിച്ചു വരുന്നു. കുട്ടികളെല്ലാവരും ഡോങ് ഹിയോനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്യൂം ജോൺ മാത്രം കാട്ടിലാരെയും കണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാട്ടിലാരെയും കണ്ടില്ലെന്ന് മാത്രമല്ല, ഇനി ഈ കളിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ഈ ഗെയിം കളിച്ച് അവസാനിപ്പിക്കുക മാത്രമാണ് ഏക വഴിയെന്ന് ജുൻഹൈ എല്ലാവരോടും പറഞ്ഞു. ഇതും കൂടി കേട്ടതിനാൽ എല്ലാ കുട്ടികളും വളരെ നിരാശരായി മാറിയിരുന്ന് യൂൻസിയോ കരയുന്നുണ്ട്. കാരണം അവളാണ് കാട്ടിലേക്ക് ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ടെന്ന് അതിലെ പോയ രക്ഷപ്പെടാമെന്നും എല്ലാവരോടും പറഞ്ഞത്. എന്നിട്ട് രക്ഷപ്പെട്ടുമില്ല, ഡോങ് ഹിയോൻ മരിക്കുകയും ചെയ്തു. ജാങ് ബോൺ അവളെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് വരാൻ പറയുന്ന നേരം ജുൻഹി അവിടെ ഓഫീസ് റൂമിൽ ഇരുന്ന് സങ്കടപ്പെടുകയായിരുന്നു. പെട്ടെന്ന് ആ നേരത്തെ അവിടുത്തെ ഫോണിൽ കോൾ വന്നു. പക്ഷെ ഇതെല്ലാം ഒരു ട്രാപ്പാണെന്ന് അവന് മനസ്സിലായി. ഇതേ നേരത്ത് പുറത്തു കൂടെ പോയിരുന്ന ജാങ് ബോണും യൂൻസിയോയ്ക്കും കോളിന്റെ സൗണ്ട് കേട്ട് അവർ പെട്ടെന്ന് തന്നെ ഓഫീസ് റൂമിലേക്ക് കടന്നു. യൂൻസിയോ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ജുൻഹി അതെല്ലാം ട്രാപ്പാണെന്നും ഈ ടെലിഫോണിൻ്റെ ഒരു വയർ പോലും കണക്റ്റഡ് അല്ല എന്നും അവരെ കാണിച്ചു. അവരവിടെയെല്ലാം പരിശോധിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഫേക്കാണെന്ന് മനസ്സിലാക്കുകയാണ് അവർ. ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും ക്യൂം ജോൺ ഡാബീമിനെ ബുള്ളി ചെയ്യുകയാണ്. ഡാബീമിൻ്റെ അടുത്ത് നിന്ന് ഈ ഗെയിമിനെ പറ്റി കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയുണ്ട്. എല്ലാവർക്കും അവരുടെ ഫോണിൽ നിന്ന് മാത്രമേ ഗെയിം കളിക്കാനാവൂ എന്നും പിന്നെ ഇതൊരു ഭാഗ്യ പരീക്ഷണമാണെന്നും ഡാബീം പറയുന്നുണ്ട്. എന്നാൽ ബൗണ്ടറി കടക്കാതെയും കൂടുതൽ വോട്ട് നേടാതെയും എങ്ങനെയാണ് ചോയ് ജോൺ മരിച്ചതെന്ന് അവർ അവനോട് ചോദിക്കുന്നു. അതറിയില്ല എന്ന് ഡാബീമും പറയുന്നു. ഇത് കേട്ട് ക്യൂം ജോണിന് ദേഷ്യം വന്ന് ഡാബീമിൻ്റെ ഫോൺ എടുത്ത് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് റിജക്റ്റാണ് ചെയ്യുന്നത്. എന്നാൽ കാട്ടിൽ പോയ നാഹിക്ക് മുറിവ് പറ്റിയെടുത്ത് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് ഹ്യൂൻഹു. എന്നാൽ നാഹിക്ക് ഹ്യൂൻഹുവിനെ ഇഷ്ടം തോന്നുന്നു. പക്ഷേ അവൻ അവളോട് പറയുന്നുണ്ട് അറിയാതെ പോലും എന്നെ ഇഷ്ടപ്പെട്ടു പോകരുതെന്ന്. എല്ലാ കുട്ടികളും ഗെയിമിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോയ് ജൂമോണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് അവർ. എന്നാൽ അവരൊരു തീരുമാനത്തിലെത്തി. വോട്ട് ചെയ്താൽ മാത്രമേ എല്ലാ സ്റ്റുഡൻസും മരിക്കുകയുള്ളെന്നും അപ്പോൾ ഇന്ന് രാത്രി ആർക്കും വോട്ട് ചെയ്തെന്നും ജുൻഹൈയും ജാങ് ബോണും യൂൻസിയോയും തീരുമാനമെടുത്തു. അവരെല്ലാവരും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇപ്പോഴും ക്യൂം ജോൺ ഡാബീമിനെ ഉപദ്രവിക്കുന്നു കണ്ടു. ഇത് കണ്ട് ജുൻഹൈ അവരോട് വഴക്കിട്ടു. എന്നാൽ ജുൻഹൈനെ തല്ലാൻ പോകുന്ന നേരത്ത് ഹ്യൂൻഹു അതിൽ ഇടപെട്ടു. എന്നിട്ട് ക്യൂം ജോണും ജുൻഹൈയുമായി അവിടെ വഴക്ക്. എന്നാൽ വഴക്ക് കൂടുന്നവരെല്ലാവരും പിടിച്ചു മാറ്റി യൂൻസിയോൻ എല്ലാവരോടും മര്യാദയ്ക്ക് ഹാളിലേക്ക് വരാൻ പറയുകയാണ്. എന്നാൽ ഇതേ സമയം കുറച്ചു കുട്ടികൾ ഒരു സ്ഥലത്തിരുന്ന് ഇന്നലെ മരിച്ചവരെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി മരിച്ചത് ഹിയോ യുളല്ലേ. അവനെതിരെ എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞത് യൂൻഹ ആണ്. എന്നാൽ അവൾ ഈ ഗെയിമിന്റെ ദൂഷ്യവശങ്ങൾ അറിയാതെയാണ് അവന് വോട്ട് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യൂൻഹയ്ക്ക് ഇനി വോട്ട് ചെയ്യാൻ പറയുകയാണ് സോമി. എന്നാൽ സോമി ഡോങ് ഹിയോനെ ബൗണ്ടറിക്ക് പുറത്ത് തള്ളിയിട്ടത് യൂൻഹ കണ്ടതിനാൽ അത് എല്ലാ കുട്ടികളോടും പറഞ്ഞ് അതിനും വലിയൊരു വഴക്ക് അവിടെ നടക്കുകയാണ്. ഇതിനിടയിൽ യൂൻഹ ഞാനൊരു സാധാരണക്കാരനാണെന്നും മാഫിയ അല്ലെന്നും എല്ലാവരോടും പറയുകയാണ്. പക്ഷെ അവരാരും അത് മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാ കുട്ടികളും ഹാളിൽ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ കുട്ടികളോടും ഇന്നാർക്കും വോട്ട് ചെയ്യരുതെന്ന് ജുൻഹി എല്ലാവരോടും പറയുന്നു. പക്ഷേ എല്ലാ കുട്ടികളും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത്രയും നേരം ഗുണ്ടായിസം കാണിച്ച് നടന്ന ക്യൂം ജോൺ ഇപ്പോൾ നല്ലവനായി വന്ന് എല്ലാ കുട്ടികളോടും പറയുകയാണ് അവർ എല്ലാവരുടെ ഫോണും എടുത്ത് ആ ബക്കറ്റിലേക്ക് ഇടാൻ. എല്ലാ കുട്ടികളും അവരുടെ ഫോൺ ആ ബക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. എന്നാൽ ക്യൂം ജോൺ ആരാമോൻ ക്യൂം ജോൺ മാത്രം അവൻ്റെ ഫോൺ ഒളിപ്പിച്ച് കയ്യിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ അർദ്ധരാത്രിയായി. ഇനി വോട്ട് ചെയ്യാൻ 1 മിനിറ്റേ ഉള്ളൂ എന്നും അനൗൺസ്മെന്റ് വരുന്നു. പക്ഷേ എന്നാൽ ആരും വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ 12 മണി കഴിഞ്ഞിട്ട് ആർക്കുമൊന്നും സംഭവിക്കാത്തതിനാൽ കുട്ടികളെല്ലാവരും വളരെ ഹാപ്പി ആവുകയാണ്. അങ്ങനെ ഗെയിം അവസാനിച്ചിരിക്കുന്നു എന്ന സന്തോഷത്തോടെ നിൽക്കുന്ന നേരത്ത് അതേസമയം വലിയ ശബ്ദത്തോടെ തന്നെ ഒരു അലാറം അവർ കേൾക്കുകയാണ്. ഇത് കേട്ട് അവർ വല്ലാതെ പേടിച്ചുപോയി. ഇത് കേട്ട് എല്ലാവരും വോട്ട് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിക്കുന്ന നേരം ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് എല്ലാ കുട്ടികളും ബക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ ശ്രമിക്കുന്ന നേരം ഒരു കുട്ടി ഇലക്ട്രിക് കമ്പി പൊട്ടിക്കുകയും സ്വയം മരിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ആ ഹാളിലെ കറണ്ടെല്ലാം നിശ്ചലമാവുകയും ചെയ്യുന്നു. കറണ്ട് പോയതോടെ എല്ലാ കുട്ടികൾക്കും അവരുടെ ഫോൺ ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനിടയിൽ കുറെ കുട്ടികൾ മരിച്ചു വീഴുന്നുണ്ട്. ഇതേ സമയം ജുൻഹി ഒരു സൈഡിൽ ഇരിക്കുന്നത് കണ്ട് യൂൻസിയോൻ അവനോട് ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറയുകയാണ്. ഇതെല്ലാം കണ്ട് ചിരിച്ചിരിക്കുകയാണ് ക്യൂം ജോൺ. ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരുന്നതായിരിക്കും. കുട്ടികൾ എങ്ങനെ ഈ ഗെയിമിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊക്കെ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം.